നമസ്കാരം. വീടുകളിൽ വളർത്തുവാൻ സാധിക്കുന്ന ഏറ്റവും ശുഭകരമായ സസ്യങ്ങളിൽ ഒന്നാണ് ചെത്തി. ചെത്തിക്ക് പല പ്രത്യേകതകളുമുണ്ട്. ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ വളരുന്നതായ ഒരു സസ്യം കൂടിയാണ് ചെത്തി. ദേവി കടാക്ഷത്തിന്റെ സൂചനയായി തന്നെ ചെത്തിയെ കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ ചെത്തി ധാരാളമായി പൂക്കുന്നത് ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതുമാണ്. എന്നാൽ ചെത്തി ധാരാളമായി പൂക്കുന്നു എങ്കിൽ, ചെത്തി ഒരു വീട്ടിൽ വളരുന്നു എങ്കിൽ തീർച്ചയായും ആ വീട്ടിൽ ഞാൻ ഈ പരാമർശിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു അംഗമെങ്കിലും ഇപ്രകാരമുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ ധാരാളം ചെത്തി പൂക്കുന്നതിന്, അതായത് ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരമാണ്. ദേവി കടാക്ഷമുള്ളവരാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ആ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഭദ്രകാളി ദേവിയെ വന്ദിക്കുക. ഓം ക്രീം കാളി എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. അതിൽ ആദ്യത്തേതായ ലക്ഷണമായി പരാമർശിക്കുന്നത് മത്സര ബുദ്ധിയുള്ള വ്യക്തികളായിരിക്കും ഇവർ. എവിടെയും തോറ്റുകൊടുക്കുവാൻ താല്പര്യമില്ലാത്തവർ മത്സരബുദ്ധിയുള്ളവരാണ് എന്ന് പരാമർശിക്കുവാൻ സാധിക്കും. അവർക്ക് എപ്പോഴും മികച്ചതായ കാര്യങ്ങൾ, മികച്ചതായ പ്രകടനങ്ങൾ, മികച്ചതായ കാര്യങ്ങൾ എപ്പോഴും പുറത്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. എത്ര തന്നെ പ്രതിസന്ധി ഘട്ടത്തിലും മികച്ചതായ പ്രകടനങ്ങൾ, മികച്ചതായി തന്നെ അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. മറ്റുള്ളവർ പോലും ഇവരുടെ മുൻപിൽ പലപ്പോഴും തോറ്റുപോകുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അല്ലെങ്കിൽ മറ്റുള്ളവർ കൈയൊഴിഞ്ഞതായ ചില കാര്യങ്ങൾ മടി കൂടാതെ ഏറ്റെടുത്ത് നടത്തുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്ക് എപ്പോഴും ഉള്ളവരാകുന്നു. സാഹസികപരമായ കാര്യങ്ങൾ എപ്പോഴും ഏറ്റെടുക്കുന്നതായ വ്യക്തികളായിരിക്കും ഇവർ. പലപ്പോഴും പലരും മടിക്കുന്നതായ പല കാര്യങ്ങളും യാതൊരുവിധ മടിയും കൂടാതെ ഏറ്റെടുക്കുവാൻ സന്നദ്ധരായ വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. എന്നാൽ പലപ്പോഴും പല തീരുമാനങ്ങളും എടുത്തു ചാടി ഇവർ എടുക്കുന്നതാണ്. ചില സമയങ്ങളിൽ ചിന്തിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് ഇവർക്ക് തന്നെ വിനയായി മാറുകയും ചെയ്യാം. അത് ഇവർക്ക് നഷ്ടങ്ങളോ വിഷമതകൾക്കോ കാരണമായി തീരുന്നു എന്നുള്ളതാണ്. സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഏതൊരു കാര്യവും അവർക്കൊപ്പം നിന്ന് ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. സ്നേഹിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നവരാണ് ഇവർ. ജീവൻ വരെ നൽകി നിൽക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. അത്തരത്തിൽ ഇവരുടേതായ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കായി നിന്നിട്ടുണ്ട് എന്നതും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാകുന്നു. ചതി, വഞ്ചന തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും പിന്തുടരുന്നതുമാണ്. പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ നിന്നും പുറത്ത് കടക്കുവാൻ വളരെയധികം വിഷമങ്ങൾ നേരിടുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. പലപ്പോഴും വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും തന്നെ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ വ്യക്തികളിൽ നിന്ന് പോലും ഇവർക്ക് ഇത്തരത്തിലുള്ള ചതി, വഞ്ചന ജീവിതത്തിൽ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കഠിനാധ്വാനികളായ വ്യക്തികളാണ് ഇവർ. ഏത് കാര്യവും കഠിനാധ്വാനത്തോടെ തനിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും. ഏത് കാര്യവും വ്യക്തമായി ചെയ്യുന്നവരാണ് ഇവർ. എന്നാൽ ചില അവസരങ്ങളിൽ ഇവർക്ക് വിനയായി തീരുന്ന ഒരു പ്രശ്നം അമിതാവേശമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും നഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ വിഷമതകൾക്കോ കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ തുടർന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കുന്നതുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം ഭയം ഇല്ലാത്തവരാണ് എന്നുള്ളതാണ്. പൊതുവിൽ ഭയം കുറവുള്ള വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും ധൈര്യപൂർവം തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ധൈര്യപൂർവം പ്രവർത്തിക്കാൻ സാധിക്കും. മറ്റുള്ളവർ പോലും ഏറ്റെടുക്കുവാൻ പ്രയാസപ്പെടുന്നതായ കാര്യങ്ങൾ
ഏറ്റെടുക്കുവാനുള്ള മനസ്സുള്ളവർ കൂടിയാണ് ഇവർ. അത്തരത്തിൽ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ പോലും ചെയ്യുന്നവരും ധൈര്യപൂർവം മുന്നോട്ട് പോകുന്നവരും ധൈര്യത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. മറ്റുള്ളവർ ഇവരെ പെട്ടെന്ന് വിശ്വസിക്കും. പലപ്പോഴും പല വ്യക്തികളും ഇവരെ വിശ്വസിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിവരുടെ ഒരു കഴിവാണ് എന്ന് തന്നെ പരാമർശിക്കാം. പലർക്കും ഇവരിൽ പെട്ടെന്ന് വിശ്വസിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ്. അത് പെരുമാറ്റത്താലോ അല്ലെങ്കിൽ ഇവർ എടുക്കുന്ന തീരുമാനങ്ങളാലോ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതാകുന്നു. ഇവരുടെ സ്വീകാര്യതയും അതിലൊരു പ്രധാനപ്പെട്ട ഘടകമായി തന്നെ മാറാം. ആത്മവിശ്വാസം ജീവിതത്തിൽ വച്ച് പുലർത്തുന്നവരാണ് ഇവർ. പലപ്പോഴും പലർക്കും വീഴ്ചകൾ സംഭവിക്കാവുന്നതായ കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ അത്തരത്തിൽ അവർ തകർന്നു പോകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രശ്നം വരികയാണ് എങ്കിലും ആത്മവിശ്വാസത്തോടെ നിൽക്കുവാൻ സാധിക്കും. പലപ്പോഴും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ നേടിയെടുക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. അമ്മയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. അമ്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും അമ്മയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ പ്രത്യേകമായ കഴിവുള്ള വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. അമ്മയെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. പലപ്പോഴും പല രീതിയിലും തിരിച്ചടികൾ മുൻപ് പരാമർശിച്ചതുപോലെ ഇവർക്ക് സംഭവിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും സംഭവിക്കാം. എന്നാൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും ഇവർ പൊറുക്കുന്നതല്ല. അതായത് ചതി, വഞ്ചന ഒരിക്കലും പൊറുക്കാത്ത വ്യക്തികൾ കൂടിയാണ് ഇവർ. അത്തരം കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് എങ്കിൽ പോലും ഇപ്പോഴും അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് ചെയ്ത വ്യക്തികൾ പോലും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ മറന്നു പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നാലും ഇവർ അത്തരം കാര്യങ്ങൾ മറക്കില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. പലപ്പോഴും പക മനസ്സിൽ സൂക്ഷിക്കുന്നതായ വ്യക്തികളാകുന്നു. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തതായ ഒരു കാര്യത്തിന് അത് എത്ര കൊല്ലം കഴിഞ്ഞാലും എത്ര നാളുകൾ കഴിഞ്ഞാലും ആ പക അല്ലെങ്കിൽ അത്തരത്തിലൊരു ദേഷ്യം മറ്റുള്ളവരോട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അവർ എന്നെ ചതിച്ചു അല്ലെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങൾ എന്നോട് ചെയ്തു എന്ന ചിന്ത മനസ്സിലുള്ളവരും അവരോട് ഒരു ദേഷ്യം വച്ച് പുലർത്തുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. ഇത്തരം കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. പലപ്പോഴും പ്രതീക്ഷകളോടെ ചില കാര്യങ്ങൾ ചെയ്യുകയും അതിവർക്ക് എതിരായി ഭവിക്കുകയും ചെയ്യാം. അതിനാൽ മറ്റുള്ളവരിൽ നിന്നും പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾ ഇവർക്ക് കേൾക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനായി മുൻപന്തിയിൽ നിൽക്കുകയും എന്നാൽ പിന്നീട് ഇവർക്ക് തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ, വിഷമങ്ങൾ, മാനഹാനി നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നല്ലതിനായി കാര്യങ്ങൾ ചെയ്യുകയും എന്നാൽ പിന്നീട് അത് മറ്റുള്ളവർ നിങ്ങൾക്ക് എതിരായി പറയുകയും ചെയ്യാം. അത്തരത്തിലുള്ള വിഷമങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ വീടുകളിൽ ചെത്തി ധാരാളമായി പൂക്കുന്നു എങ്കിൽ അത്തരം വീടുകളിൽ തീർച്ചയായും ഇത്തരത്തിലൊരു വ്യക്തി ഉണ്ടായിരിക്കും എന്നുള്ളതാകുന്നു.